ഹായ്. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന വീഡിയോ വാട്ടർ മാനിഫെസ്റ്റേഷനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, വളരെ കേട്ട് പരിചയമുള്ള ഒന്നായിരിക്കും, ചിലർക്ക് കേട്ടിട്ടുണ്ടായിരിക്കില്ല വാട്ടർ മാനിഫെസ്റ്റേഷൻ. അപ്പോൾ ഇതിനെപ്പറ്റി, അതായത് മുമ്പുള്ള 2-3 വീഡിയോസ് ചെയ്തപ്പോൾ അതിനെപ്പറ്റി കുറച്ച് പേര്, അതായത് കുറേ പോസിറ്റീവ്സ് വന്നിട്ടുണ്ടായിരുന്നു, അതിനോടൊപ്പം തന്നെ കുറച്ച് നെഗറ്റീവ്സ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്ത് ചെയ്താലും അതിന് കുറ്റം മാത്രം കണ്ടുപിടിക്കാനായിട്ട് കുറച്ച് പേരുണ്ടായിരിക്കും, അതിന് നല്ലത് പറയാനായിട്ടുള്ള ആൾക്കാരും ഉണ്ടായിരിക്കും. അപ്പം ഞാൻ നെഗറ്റീവ്സിനെ നെഗറ്റീവായിട്ട് തന്നെ അങ്ങ് കളയുകയാണ്. കുറേ പേര് പറഞ്ഞിട്ടുണ്ട്, വേറെ പണിയൊന്നുമില്ലേ, നിനക്ക് വേറെ ഇതൊന്നും ജോലി നോക്കിക്കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നവരോട് ഞാൻ പറയുകയാണ്, നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനാണ് മാനിഫെസ്റ്റേഷൻ വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ അത് മറ്റുള്ളവർക്ക് ഉപകാരമാകുന്നെങ്കിൽ ആകട്ടെ എന്ന രീതിയിലാണ്. ഇപ്പോൾ ചിലർ പറഞ്ഞു ഞങ്ങൾ ചെയ്തു നോക്കി, അത് സക്സസ് ആയി എന്ന് പറഞ്ഞിട്ടുള്ളവരുണ്ട്. ഇനി അത് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നവരുണ്ട്. അപ്പോൾ ബാക്കിയുള്ളവർക്ക് കൂടെ ഒരു നെഗറ്റീവ് ആക്കാതെ ചെയ്യുന്നവർ ചെയ്യട്ടെ, അല്ലേ? നമ്മളൊരു വീഡിയോ ഇടുമ്പോഴത്തേക്ക് നമ്മൾ എന്തായാലും ഇടുന്ന കാര്യം നമുക്ക് 100% വർക്കിംഗ് ആയിട്ടാണ് നമ്മൾ ആ ഒരു വീഡിയോ ഇടുന്നത്. ഒരിക്കലും വർക്കിംഗ് അല്ലാത്ത ഒരു കാര്യവും വീഡിയോ ഇട്ടിട്ടില്ല, വർക്കിംഗ് ആയ കാര്യമാണ് ഇട്ടിട്ടുള്ളത്. മണി മാനിഫെസ്റ്റേഷൻ ആണെങ്കിലും യൂണിവേഴ്സ് തിയറി ഒക്കെ ആണെങ്കിൽ തന്നെയും നമ്മുടെ ലൈഫിൽ വന്നിട്ടുള്ള കാര്യങ്ങളാണ് അതെടുത്ത് വീഡിയോ ആക്കി ചെയ്തിട്ടുള്ളത്. ഇനി ഇതിനെപ്പറ്റി കുറേ പേര് വന്നിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇതിനെപ്പറ്റി നീ പഠിച്ചോ, കാര്യങ്ങളൊക്കെ ചെയ്തോ, എന്നിട്ടാണോ നീ ഇവിടെ വന്നിട്ട് ഇത് പറയുന്നേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിൻ്റെ വർക്ക്ഷോപ്പും കാര്യങ്ങളും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് അറ്റൻഡ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഇതിനെപ്പറ്റി നമ്മളൊരു കാര്യത്തിന് ഇറങ്ങണമെങ്കിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതിനെപ്പറ്റി ഇങ്ങനെ റിസർച്ച് ചെയ്തിരിക്കുമല്ലോ. അതായത് എന്ന് വെച്ചാൽ വലിയ യൂണിവേഴ്സിറ്റികളിൽ പോയി റിസർച്ച് ചെയ്യുന്ന കാര്യമല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ ബുക്കൊക്കെ റെഫറൻസ് ചെയ്യുന്നു, കുറേ ഡീറ്റെയിൽ ആയിട്ടുള്ള കുറേ സയൻറ്റിസ്റ്റും കാര്യങ്ങളും ഒക്കെ എഴുതി വെച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ റെഫറൻസ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയാണ് അതിനകത്തുനിന്ന് കിട്ടിയ കുറേ ഹിഡൻ ആയിട്ടുള്ള കുറച്ച് സീക്രട്ടുകളിൽ നിന്നാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണത്. അപ്പോൾ ഇനി ഇങ്ങനെ ചൊറിയാനായിട്ട് നിൽക്കുന്നവരുടെ ഒരു ശ്രദ്ധയ്ക്കാണ്, നിങ്ങൾ ചൊറിഞ്ഞോ, എത്ര വേണമെങ്കിലും ചൊറിഞ്ഞോ, പക്ഷേ എനിക്കൊരു പ്രശ്നമില്ല, ഞാൻ വീഡിയോ ചെയ്യും. കാരണം അത് മറ്റുള്ളവർക്ക് ഉപകാരമാകുന്നെങ്കിൽ എന്നെ കൊണ്ട് വേറെ ഞാൻ ഒരു പ്രശ്നവും കാര്യങ്ങളും ഒന്നുമല്ല പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ കാര്യത്തിൽ ലൈഫിൽ വന്നിട്ടുള്ള കുറച്ച് കാര്യം, ഒരു വെൽത്തിലേക്ക് കടക്കുന്ന ഒരു കാര്യം മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ വേണ്ടാത്ത തെറ്റുകളും കാര്യങ്ങളും ഒന്നും അല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി ഇത് പറഞ്ഞ് ചൊറിഞ്ഞ് നിൽക്കുന്ന കുറേ പണ്ഡിതന്മാരോടാണ്, നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോവുക കേട്ടോ, അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലേക്ക് കയറാം കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഞാൻ വിത്ത് പ്രൂഫായിട്ടാണ് ഞാൻ കാണിച്ചത്. അതായത് എൻ്റെ ബുക്കിൽ ഞാൻ കണ്ടിന്യൂസ് ഇങ്ങനെ ഡേറ്റൊക്കെ എഴുതി വെച്ചിട്ട് നമ്മൾ മണി ഏൺ ചെയ്തത് എത്രയെന്ന് പറഞ്ഞിട്ട് ഞാൻ ടിക്ക് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. നിങ്ങളത് കണ്ടു കാണും. പ്രീവിയസ് ആയിട്ടുള്ളൊരു വീഡിയോ ഉണ്ട്, അതായത് ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഞാൻ എന്തായാലും ഇന്ന് അപ്ലോഡ് ചെയ്യും. മിക്ക വീഡിയോകളിൽ ഞാൻ എഡിറ്റ് ചെയ്യാറില്ല, ഡയറക്റ്റ്ലി അങ്ങ് എടുത്ത് അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്ന് വെച്ച് തെറ്റ് വരുത്താറില്ലെന്നല്ല, തെറ്റ് വരുത്താറുണ്ട്. മാക്സിമം ഈ എഡിറ്റ് ചെയ്യുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടുള്ള ആളായതുകൊണ്ട് തന്നെ ഞാൻ അത്രയും എഡിറ്റ് ചെയ്യാറില്ല. എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിലും അതവിടെ തന്നെ പോട്ടെ, മനുഷ്യരല്ലേ, തെറ്റുകൾ സംഭവിക്കാത്ത മനുഷ്യരില്ല, എല്ലാവർക്കും തെറ്റുകൾ സംഭവിക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ ഞാനങ്ങ് വിട്ട് കളയുകയാണ്. ഓവറായിട്ട് എഡിറ്റ് ചെയ്യാതെ, ഓവറായിട്ട് ഫിൽറ്ററൊന്നും ഇല്ലാതെ നോർമൽ ലുക്കിലാണ് ഞാനിവിടെ വന്നിട്ട് വീഡിയോ ചെയ്യണത്. ഓക്കെ, ഇനി നമ്മൾ സംസാരിച്ചിരുന്ന് കഴിഞ്ഞാൽ കുറേ സമയം അങ്ങ് പോവും, നമുക്ക് കാര്യത്തിലേക്ക് കടക്കാനും പറ്റില്ല. ഓക്കെ, ഞാനിവിടെ പറയാൻ പോണത് വാട്ടർ മാനിഫെസ്റ്റേഷനാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് ജലം. ഒന്ന് വായു, പിന്നെ ജലം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ളതാണ്. അതായത് നമുക്ക് വായു ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല, അതുപോലെ തന്നെ ജലമില്ലാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ കുറച്ച് നേരമാണെങ്കിലും ജലമില്ലെങ്കിൽ നമ്മൾ പെട്ടെന്നൊന്ന് തൊണ്ട വരണ്ട് എവിടെയെങ്കിലും ഒന്ന് നിൽക്കുമ്പോൾ അന്നേരം നമുക്കറിയാം തൊണ്ട വരണ്ട് ആ ഒരു വെള്ളത്തിൻ്റെ വില നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ വാട്ടർ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആ ഒരു വാട്ടറിനെ പറ്റിയുള്ള ഒരു മാനിഫെസ്റ്റേഷൻ, വാട്ടർ വെച്ചിട്ട് അല്ലെങ്കിൽ വെള്ളം വെച്ചിട്ട് എങ്ങനെയാണ് നമുക്കൊരു മാനിഫെസ്റ്റേഷൻ ചെയ്ത് നമ്മുടെ ലൈഫിൽ സക്സസ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുക എന്ന രീതിയിലാണ് പറയുന്നത്. അപ്പോൾ ഈ വാട്ടർ വെച്ച് മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോൾ, ഇത് പറയുമ്പോൾ കുറേ കളിയാക്കാനായിട്ട് കുറേ പേര് കാണും, എങ്കിലും എനിക്ക് കുഴപ്പമില്ല, ഞാനത് പറഞ്ഞിരിക്കും. അപ്പോൾ വാട്ടർ മാനിഫെസ്റ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ജാപ്പനീസ് ആയിട്ടുള്ള കുറേ സയൻറ്റിസ്റ്റുകളുണ്ട്. അപ്പോൾ അവർ ഈ വാട്ടർ മാനിഫെസ്റ്റേഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്നും നോക്കണ്ട, ജസ്റ്റ് ഗൂഗിളിലോ അങ്ങനെയുള്ള സെർച്ച് എൻജിൻസിലോ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ അവർ ഡീറ്റെയിൽ ആയിട്ട് പറയും, വാട്ടർ എന്ന് പറയുന്നതിന് ഒരു സ്പെഷ്യലായിട്ടൊരു പവർ ഉണ്ട്, വെള്ളത്തിന് അതിൻ്റേതായിട്ടുള്ളൊരു അമൂല്യ ശക്തി ഉണ്ടെന്നാണ് ആചാര്യന്മാരാണെങ്കിലും പല ആൾക്കാരാണെങ്കിലും പറഞ്ഞിട്ടുള്ളത്.
നിങ്ങൾ പല ബുക്കുകളിലാണെങ്കിലും നിങ്ങളൊന്നുമില്ല, നമ്മുടെ ഇന്നത്തെ കാലത്ത് ഒത്തിരി സെർച്ച് ചെയ്യാൻ പല ഉപാധികളുണ്ട്. നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. വാട്ടറിന് വല്ലാത്തൊരു എനർജിയാണുള്ളത്. നമുക്കിപ്പോൾ ദാഹിച്ച് വലഞ്ഞിരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് ഒരു ഉണർവില്ലേ, അതുപോലെ നമ്മുടെ മനുഷ്യനെ ഉണർവിലേക്ക് നയിക്കുന്നതിനും അതുപോലെ തന്നെ നമ്മൾക്ക് പ്രത്യേകമായിട്ടുള്ളൊരു എനർജി തരുന്നതിനും സഹായിക്കുന്ന ഒന്നാണ് ജലം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജലം വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുക എന്നതാണ് അടുത്ത ഒരു കടമ്പ. അതായത് ഇത് വളരെ സിമ്പിളാണ്. നമ്മൾ എപ്പോഴും വെള്ളം കുടിക്കാറുണ്ട് അല്ലേ? ആഹാരം കഴിക്കുമ്പോഴും വെള്ളം കുടിക്കാറുണ്ട്, ദാഹിക്കുമ്പോഴും വെള്ളം കുടിക്കാറുണ്ട്. അപ്പോൾ വെള്ളം നമുക്ക് എപ്പോഴാണ് കുടിക്കാൻ തോന്നുക? അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി. ഞാനിപ്പോൾ ഈ വെള്ളം കുടിക്കുമ്പോൾ നമ്മൾ കണ്ടിന്യൂസ് വെള്ളം കുടിക്കുമല്ലോ, പക്ഷെ നിങ്ങൾ എപ്പോഴാണ് ഹാപ്പി ആയിട്ടിരിക്കുന്നത്, നിങ്ങൾ എപ്പോഴാണ് നല്ല ചിൽ മൂഡായിട്ടിരിക്കുന്നത്, ആ സമയത്ത് മാത്രം വാട്ടർ മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. അതായത് നിങ്ങളുടെ ലൈഫിൽ വാട്ടർ മാനിഫെസ്റ്റേഷൻ ചെയ്തു ഞാൻ ഇപ്പോൾ വിജയിക്കും എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ ത്തില്ല. നമ്മൾ പോസിറ്റീവായിട്ട് എപ്പോഴാണ് ഇരിക്കുന്നത്, നമ്മുടെ മൈൻഡ് എപ്പോഴാണോ ഫ്രീ ആയിട്ടിരിക്കുന്നത്, ആ സമയത്ത് മാത്രം വാട്ടർ മാനിഫെസ്റ്റേഷൻ ചെയ്യുക. സോ വാട്ടർ മാനിഫെസ്റ്റേഷൻ ചെയ്യേണ്ട രീതി ഇതാണ്. ഫസ്റ്റ് നമ്മൾ ആദ്യം വെള്ളം കുടിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾക്ക് എന്താണ് ലൈഫിൽ നടക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ആ കാര്യം നമ്മൾ പറഞ്ഞുകൊണ്ട് കുടിക്കുക. ആദ്യം ആ കാര്യം മനസ്സിൽ നല്ല രീതിയിൽ ഉറപ്പിച്ചു വെക്കുക. ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എനിക്ക് പെട്ടെന്നൊരു ജോലി കിട്ടണേ എന്ന് പറയില്ല. എന്താണ് ഞാൻ പറഞ്ഞല്ലോ, കിട്ടണേ നമ്മൾ റിക്വസ്റ്റ് ചെയ്യില്ല. എനിക്ക് പെട്ടെന്നൊരു ജോലി കിട്ടണം. ബിക്കോസ് ഞാൻ കിട്ടണമെന്ന് പറയാൻ കാരണം എന്താണ്? ബിക്കോസ് ഞാൻ കോൺഫിഡൻ്റ് ആണ്, എനിക്ക് ടാലൻ്റ് ഉണ്ടെന്ന് എനിക്കറിയാം. സോ അപ്പോൾ എൻ്റെ മനസ്സിൽ, എൻ്റെ മൈൻഡിൽ ഞാൻ ഉറപ്പിക്കുവാണ് എനിക്കത് കിട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടണം. അത് ഉറപ്പ് തന്നെയാണ്. ഞാൻ വെറുതെ ഇരിക്കല്ല, എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരു ടാലൻ്റ് ഉണ്ട്. സോ അപ്പോൾ ആ ജോബിന് ഞാൻ ഓക്കെയാണ്. അപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ പറയാം, ഞാൻ ഡോക്ടർ MBBS കഴിഞ്ഞതാണ്. സോ ഇപ്പോൾ ഇനി ഡോക്ടർ പെട്ടെന്നൊരു ഹോസ്പിറ്റലിൽ കിട്ടണം. ഓക്കെ, ഇത്രയും പെട്ടെന്ന് എനിക്ക് ഡോക്ടർ ആക്കി തരണേ എന്ന് നമ്മൾ പറയില്ല. ഡോക്ടർ ആവണം, എന്നെക്കൊണ്ട് പറ്റും. ഓക്കെ, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം അത് മനസ്സിൽ ഉറപ്പിച്ച ശേഷം നമ്മളൊന്ന് വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതലും അഫർമേഷൻസ് പറയാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ ഗ്രീറ്റിങ്സ്, നമ്മളൊരു ഇതുണ്ടല്ലോ, നന്ദി, അത് തന്നെ അഫർമേഷൻസ്, നന്ദി പറയാനായിട്ട് ശ്രമിക്കുക. നല്ല രീതിയിൽ നന്ദി, അതായത് താങ്ക് യു യൂണിവേഴ്സ്, എനിക്കിത് തന്നല്ലോ, താങ്ക് യു. നമ്മളൊരു കാര്യം പോസിറ്റീവായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് ലോങ് മുഴുവൻ നമുക്ക് പോസിറ്റീവ് ചിന്തിച്ചു കഴിഞ്ഞാൽ പോസിറ്റീവ് മാത്രമേ നടക്കൂ. ഇനി എല്ലാവരും പറയുകയാണ് ലൈഫ് ലോങ് മുഴുവൻ നിനക്ക് പോസിറ്റീവായിട്ട് കിട്ടുമോ? ഇല്ല. എല്ലാ മനുഷ്യർക്കും ഒരു സൈഡിൽ പോസിറ്റീവ് ഉണ്ടെങ്കിൽ ഒരു സൈഡിൽ നെഗറ്റീവും ഉണ്ട്. അപ്പോൾ നമ്മൾ ആ നെഗറ്റീവ് കിട്ടുന്ന ആ ഒരു നെഗറ്റീവ് എനർജിയെ നമ്മൾ എന്താക്കാൻ ശ്രമിക്കണം? പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി ആക്കാനായിട്ട് ശ്രമിക്കണം. അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും നെഗറ്റീവ് മാത്രമേ നമ്മുടെ ലൈഫിൽ സംഭവിക്കൂ. ഇനി നമ്മൾ വെള്ളം കുടിക്കുന്നതിന് മുമ്പ് നമ്മളിങ്ങനെ വെള്ളം കുടിക്കാൻ പോവാം, കുടിക്കുന്നതിനോ എന്നെക്കൊണ്ട് ഇതിനൊന്നും പറ്റത്തില്ല, എന്നെ കൊണ്ട് സെൽഫ് കോൺഫിഡൻ്റ് അല്ല ഞാൻ എന്ന് പറഞ്ഞ് നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ ആ ഒരു വാട്ടർ എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി നമുക്കറിയാം. വാട്ടർ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഘടന എന്ന് പറയുന്നത് ക്രിസ്റ്റൽ ക്ലിയർ ആണ്. അതിൻ്റെ ഘടന ഭയങ്കര ക്രിസ്റ്റലൈസ്ഡ് ആണ്, ഭയങ്കര ക്ലിയർ ആയിട്ടുള്ളൊരു ഘടനയാണ്. അത്രത്തോളം പരിശുദ്ധമായിട്ടുള്ള ഒന്നാണ് വെള്ളം. അപ്പോൾ ആ ഒരു അമൂല്യമായിട്ടുള്ള അതിന് നമ്മൾ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് അതിന് തരാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടൊരു നെഗറ്റീവ് കൊടുക്കുകയാണെങ്കിൽ അത് കൺവേർട്ട് ചെയ്ത് തിരിച്ച് നമുക്ക് നെഗറ്റീവായിരിക്കും തരുന്നത്. സോ അപ്പോൾ അത് നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ നമ്മൾ പോസിറ്റീവായിട്ട് പറയുക. കണ്ടിന്യൂസ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഷുവർലി പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾ വെള്ളം കുടിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ഒരു ദിവസം നമ്മൾ എത്ര നേരം വെള്ളം കുടിക്കുന്നു അത്രയും നേരം ഹാപ്പി ആയിട്ടിരുന്ന് മൈൻഡ് ഒന്ന് റിലാക്സ് ആക്കിയ ശേഷം നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്ത് കാര്യമാണോ ആ കാര്യം നിങ്ങളൊന്ന് പറയുക. പറഞ്ഞ ശേഷം ഏറ്റവും കൂടുതൽ അഫർമേഷൻസ് പറയുക. താങ്ക് യു യൂണിവേഴ്സ്, എനിക്കിത് തന്നതിന് നന്ദി എന്ന് പറഞ്ഞ് കണ്ടിന്യൂസ് പറയുക. ഇടയ്ക്ക് കുറച്ച് സ്ട്രഗിൾസോ കാര്യങ്ങളോ, ചിലപ്പോൾ എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഉണ്ടാവാം, ചിലപ്പോൾ ഒന്നും നടന്നില്ല എന്ന് വെക്കാം. പക്ഷേ നിങ്ങൾ അവിടെ വെച്ചിട്ട് ഒന്നും സ്റ്റോപ്പ് ചെയ്യരുത്. അത് കണ്ടിന്യൂ മൂവ് ചെയ്ത് പോവുക. ലൈഫിൽ 100% ഉറപ്പാണ് സക്സസ് ആവും. ഇനി ഞാൻ പറയുന്ന ഈ കാര്യം കള്ളമാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് വരും. പക്ഷേ ഒന്നും നോക്കണ്ട, ജസ്റ്റ് നിങ്ങൾ ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക, എന്താണ് വാട്ടർ മാനിഫെസ്റ്റേഷൻ, വാട്ടറിന് പവർ ഉണ്ടോ, എന്ത് പവറാണുള്ളത്, അത് ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. പല ശാസ്ത്രജ്ഞന്മാരും സയൻറ്റിഫിക് ആയിട്ട് കണ്ടുപിടിച്ച്
തെളിയിച്ച ഒരു കാര്യമാണ് വാട്ടർ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വാട്ടറിൻ്റെ പവർ, വാട്ടറിനൊരു പവറുണ്ട്, അത് പോസിറ്റീവ് എനർജിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആ പോസിറ്റീവ് എനർജിയെ നമ്മുടെ ബ്രെയിനിലൂടെ കൊണ്ടുവന്ന് നമ്മുടെ ലൈഫ് ഫുള്ള് പോസിറ്റീവ് എനർജിയാക്കി നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം ലൈഫിൽ നടക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വാട്ടർ കുടിക്കുന്ന സമയത്ത്, നമ്മൾ എന്തായാലും വാട്ടർ കുടിക്കും, വലിയ ചിലവൊന്നും ഉള്ള കാര്യമല്ല. നിങ്ങൾ വാട്ടർ കുടിക്കുമ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് സക്സസ് ആയിട്ട് ഒന്ന് പറയുക. ഇനി വാട്ടറിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഈ വാട്ടറിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് വാട്ടറിൻ്റെ വാട്ടർ പോസിറ്റീവ് നൽകുന്നുണ്ടോ, വാട്ടറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. വാട്ടർ മാനിഫെസ്റ്റേഷൻ, അതുപോലെ തന്നെ വാട്ടർ എങ്ങനെയാണ് നമുക്ക് പോസിറ്റീവ് എനർജി തരുന്നത്, വാട്ടറിൻ്റെ കുറച്ച് ഘടനയും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇനി ഇതും വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. 100% വർക്കിംഗ് ആയിട്ടൊരു കാര്യമാണ്, 100% പവർഫുള്ളാണ്. നിങ്ങൾ നോക്കൂ. അതായത് വാട്ടർ എന്ന് പറയുന്നത് പോസിറ്റീവ് എനർജിയാണ്. നിങ്ങൾ പോസിറ്റീവ് എനർജി അങ്ങോട്ട് കൊടുത്തിട്ട്, അഫർമേഷൻ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ യൂണിവേഴ്സ് തിരിച്ച് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു ഗുഡ് ന്യൂസ് നിങ്ങളിലേക്ക് എത്തിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കും. വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കൂടുതൽ വീഡിയോ ഉടനെ കാണാവുന്നതാണ്. ബൈ.